കുട്ടാ, ഒന്നിഞ്ഞു വരുമോ? ഒരേ ഒരു മിനിറ്റ്, പിന്നെ പോകാം നിനക്ക്. എന്ത്? നീ അവിടെ എന്ത് ചെയ്യുന്നു? റൂമെന്ന് ഏശയുടെ തണുപ്പ് വരുന്നു, അതോൻ്റെ കൂടെ. നീഞ്ഞു വാ. തരുമ്പോൾ വയറ് നിറച്ച് കഴിക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? അത് മൊത്തം അവിടെ ബാക്കിയിരിക്കുന്നല്ലോ. ഏത്? നോക്കട്ടെ. ഞാൻ കഴിച്ചത് ഒന്ന് മാറിയാനെ നോക്കട്ടെ പോയി. ഇത് കഴിച്ചതാണ് ഞാൻ. ചിക്കനും മീനൊക്കെ ഉണ്ടല്ലോ അതുപോലെ. ഞാൻ ഇടവിട്ട് കഴിക്കും. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ പറക്കി എടുത്ത് എപ്പോഴും ഇത് കഴിക്കുന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പം ഇനി വെക്കണ്ടല്ലോ. അത് ഞാൻ എന്നെ കൊണ്ടുവന്ന പാല് ഇനി മാമൻ കുടിക്കുക. ഒഴിക്കണില്ലേ? കുട്ടാ, കണ്ടോ? കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയേ. നല്ല ടേസ്റ്റടാ. ഹോ, വയറ് നിറഞ്ഞ് തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല. അയ്യോ, ഒരു തുള്ളി കിടക്കുന്നല്ല ഇത്. അതും കൂടി ഇല്ല. താ, കൈ എടുക്കടാ. ഞാൻ എന്തിട്ടേ ഇത്? ഞാൻ പോവില്ല. കൈയ്യെടു, ഞാൻ പോട്ട്. ഇല്ല, ഞാൻ കൈ ഇങ്ങനെ തന്നെ വയ്ക്കും. ഒറ്റയ്ക്ക് കുടിച്ചിന് ഞാൻ. പിന്നെ നീ കൈയ്യെട്. മനസ്സില്ല വെച്ച് ഞാൻ. അങ്ങനെ പറ്റൂല. 1.5 മാസം നോക്കിയിട്ട് ഇപ്പം പറയുന്നു അന്നെ കൊണ്ട് കളഞ്ഞൂടായിരുന്നു. എന്നാ ഒറ്റയ്ക്ക് കുടിച്ചോന്ന്. വയറ് പൊട്ടനവരെ തിന്നണമെന്ന് പറഞ്ഞ് എന്ത്? പൂടവയായി നിലാവുലഞ്ഞു ഋതുപരിണയം തുടങ്ങി. പൊന്നു നൂലരഞ്ഞാണം കുളിരരുവിയിൽ കിലുങ്ങി. മായാത്തീരം ദൂരെ അണിഞ്ഞൊരുങ്ങി തിരിത്തെളിഞ്ഞുണർന്നു അവളൊരുങ്ങി നിന്നു. താരനോപുരം ചാർത്തി മൂകയാമം ശ്യാമപരിഭവം പെയ്തു മഞ്ഞു വീണു. മൗനരാഗമോടെ പ്രിയ ചന്ദ്രലേഖ നിന്നു. ഓ, എൻ്റെ കുമാര മച്ചി, എനിക്ക് മുട്ടയും പാലും. ഹോ, ഇനി ഒന്ന് കിടക്കണം. തളഞ്ഞു പോയി. നില്ല്. ഇല്ല, ഞാൻ പോന്ന് കിടക്കണം. അയ്യോ, ഒന്ന് കിടേ. ഇല്ല, ഞാൻ പോകുന്നടാ. എന്നാ പാല, നില്ല് പാല. എൻ്റെ മുത്തേ മാമ, പാവല്ലേ ഓടി. ഇത് ക്യാമറ തന്നെ നോക്കട്ടെ. എന്നെ കാണുന്ന ഇല്ലൊന്നും കാണണം. മാമൻ പോന്ന ഈ സൈക്കിള് മാമനുള്ളതാണ്. നല്ല സൈക്കിളാണ്. എനിക്കും വേണം ഒരെണ്ണം. ഞാൻ കയറി നോക്കട്ടാ. ആരും കാണുന്നില്ലല്ല. കണ്ട നാണക്കടാണ്. BS ടയറ് നോക്കണമെന്ന്. ചവിട്ടി ചാടിക്കോ? ഓക്കേ.